മികച്ച ശുദ്ധജല മത്സ്യ കർഷകനുള്ള സംസ്ഥാന പുരസ്കാരം പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടുകാരന്. സമ്മിശ്ര കർഷകൻ കൊല്ലങ്കോട് സ്വദേശി KR ദിലീപ് കുമാറിനാണ് മൂന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത്. 15 വർഷമായി ചെയ്യുന്ന മത്സ്യകൃഷിയിൽ ദിലീപ് കുമാറിനെ ഇപ്പോൾ തേടിയെത്തിയത് മികവിനുള്ള അംഗീകാരം കൂടിയാണ്. കൊല്ലങ്കോട് അരുവന്നൂർ പറമ്പിലെ 16 ഏക്കർ സ്ഥലത്ത് സമ്മിശ്ര കൃഷിയിൽ വിജയഗാഥ രചിച്ചിരിക്കുകയാണ് ദിലീപ് കുമാർ. 11 ഏക്കറിൽ നെല്ല്, കവുങ്ങ്, മാവ്, മഞ്ഞൾ, ഇഞ്ചി എന്നിവയും 5 ഏക്കർ വരുന്ന കുളത്തിൽ മത്സ്യകൃഷിയുമാണ് ദിലീപ് ചെയ്യുന്നത്. ശാസ്ത്രീയ രീതിയിൽ ബണ്ട് കനപ്പിക്കൽ, കുളമൊരുക്കൽ, സമയബന്ധിതമായ വളപ്രയോഗം നടത്തൽ എന്നീ പ്രവർത്തനങ്ങൾ നടത്തി ഫിഷറീസ് വകുപ്പുമായി സഹകരിച്ചാണ് ശുദ്ധജല മത്സ്യകൃഷി ചെയ്യുന്നത്. കട്ട്ല, രോഹു, മൃഗാൽ, കാർപ്പ് എന്നിവയാണ് കൃഷി ചെയ്യുന്നത്. മത്സ്യകൃഷിയിലെ കൃത്യതയും വിപണി കണ്ടെത്തുന്നതിലെ മികവുമാണ് സംസ്ഥാന ശുദ്ധജല മത്സ്യകർഷകനുള്ള അവാർഡിന് ദിലീപ് കുമാറിനെ തിരഞ്ഞെടുത്തത്. ഞാനൊരു 15 വർഷത്തിൽ കൂടുതലായി ഇൻറ്റൻസീവായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷേ വളരെ ശ്രദ്ധയോടെ ചെയ്യാൻ തുടങ്ങിയിട്ട് 15 വർഷമായി. ആദ്യമൊക്കെ മീൻ കുഞ്ഞ് നമ്മൾ സാധാരണ കുളത്തിലേക്ക് വിടും. അത് കഴിഞ്ഞ് പിന്നെ വലയിലായി. വല നമ്മൾ കമ്പി വെച്ച് കെട്ടിയിട്ടായി. പിന്നെ അത് കഴിഞ്ഞ് ഫ്രെയിമിൽ കൃഷി ചെയ്യാൻ തുടങ്ങി. ഫ്രെയിമിൽ കുഞ്ഞുങ്ങളെ വിട്ട് അത് കഴിഞ്ഞ് പുറത്ത് വിടാൻ തുടങ്ങി. പുരസ്കാരം പ്രതീക്ഷിച്ചില്ല ആണ്. കഴിഞ്ഞ വർഷം നമുക്ക് ജില്ലാതലത്തിൽ നമുക്ക് പെരുങ്കുറിശ്ശി നടന്ന ഒരു പ്രോഗ്രാമിൽ എനിക്കൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഇപ്രാവശ്യം അവാർഡിന് കൊടുക്കണമെന്ന് അവർ പറയുണ്ടായിരുന്നു. പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്തു. 2023-24 സാമ്പത്തിക വർഷത്തിൽ ജനകീയ മത്സ്യകൃഷി പദ്ധതിയിലൂടെ 10 ടണ്ണോളം മത്സ്യം ലഭിച്ചു. ദിലീപ് കുമാർ കൊല്ലങ്കോട് പഞ്ചായത്തിലെ മികച്ച സമ്മിശ്ര കർഷകനും കൂടിയാണ്. 2022-23 വർഷത്തെ മികച്ച ശുദ്ധജല കർഷകനുള്ള പാലക്കാട് ജില്ലാതല അവാർഡ് ഇദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. മത്സ്യകൃഷി മാത്രമല്ല, മറ്റ് ഇതര കൃഷികളായ ആട്, കോഴി തുടങ്ങിയവയും നെല്ല്, കവുങ്ങ്, മാവ് തുടങ്ങിയ കൃഷികളും സംസ്ഥാന പുരസ്കാരം നേടിയ ദിലീപ് കുമാറിൻ്റെ തോട്ടത്തിലുണ്ട്. ക്യാമറമാൻ മഹേഷ് പാലക്കാടിനൊപ്പം സച്ചിൻ വള്ളിക്കാട്, കൈരളി ന്യൂസ്, പാലക്കാട്.